ഞങ്ങൾ പുതുപ്പള്ളി നിവാസികളെ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇതൊരു ദുഃഖം നിറഞ്ഞൊരു അവസരമായിട്ട് മാത്രം ഞാൻ കാണുന്നില്ല. ദുഃഖമുണ്ട്. ഒരു വർഷമായിട്ട് ശ്രീമച്ചാണ്ടി നമ്മളെ വിട്ടുപോയ ശേഷം നമ്മളെല്ലാവരും അനുഭവിച്ച ദുഃഖം നിങ്ങളെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം പലരുടെയും ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോരോ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മാരകം ശരിക്കും നമ്മളെല്ലാവരെയും ഹൃദയത്തിൽ തന്നെ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് നമ്മൾ കൂടുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ നല്ല കാര്യങ്ങൾ ഓർക്കാൻ തന്നെയാണ്. 50 വർഷക്കാലം ഈ പുതുപ്പള്ളി നാടിന് സേവനം ചെയ്ത ഒരു ജനപ്രതിനിധി. 11 പ്രാവശ്യം നിങ്ങൾ അദ്ദേഹത്തെ ജയിപ്പിച്ച് നിയമസഭയിൽ അയച്ചിട്ടുണ്ട്. 20,000 ദിനം ഈ നാടിൻ്റെ സേവനത്തിന് വേണ്ടി, ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചൊരു വ്യക്തി. പക്ഷെ ഇതെല്ലാം പറഞ്ഞാൽ മാത്രം പോരാ. ഒരു ജനകീയ നേതാവായിട്ടാണ് നമ്മളെല്ലാവരും അദ്ദേഹത്തെ കണ്ടിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുന്നത് ഞാൻ ഐക്യരാജ്യസഭയിൽ പ്രവർത്തിക്കുമ്പോൾ 2006 ഡാവോസിൽ അദ്ദേഹം വരുന്നതാണ്. ആ തവണ ഈ സ്നോയും ഐസിന്റെ ഇടയിൽ മുണ്ടും ചെരുപ്പിട്ട് നടക്കുന്ന ശ്രീമച്ചാണ്ടിയോട് ഞാൻ ചോദിച്ചു, സാറെ സൂക്ഷിക്കല്ലേ, ഇത് മതിയോ ഇവിടുത്തെ ക്ലൈമറ്റിന്? അദ്ദേഹം ഇതൊന്നും പ്രശ്നമല്ല, ഞാൻ ഇതിന്റെ എൻ്റെ വേഷം വന്ന് അദ്ദേഹം 2 ദിവസത്തിനകത്ത് അദ്ദേഹം വീട് എല്ലാം ഒഴിഞ്ഞ് കിടപ്പില്ല. പക്ഷെ അങ്ങനെ ഒരു സിംപ്ലിസിറ്റി നടന്നൊരു വ്യക്തിയായിരുന്നു ശ്രീമച്ചാണ്ടി. അത് കഴിഞ്ഞ് അദ്ദേഹം അടുത്തമായിട്ട് പ്രവർത്തിക്കാൻ ഒരു ഭാഗ്യമല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ടും മുഖ്യമന്ത്രിയായിട്ടും അത് കഴിഞ്ഞ് രണ്ടും ആവാത്ത സ്ഥിതിയിൽ എനിക്കുള്ള ഭാഗ്യമുണ്ടായിരുന്നു. പല വിഷയത്തിൽ അദ്ദേഹത്തിനൊപ്പം അടുത്തായിട്ട് പ്രവർത്തിക്കാൻ വിഴിഞ്ഞം തുറമുഖിന്റെ വിഷയം പ്രത്യേകിച്ച് മനസ്സിൽ വരുന്നു. കാരണം ആ സമയത്തിൽ അദ്ദേഹം ആദ്യം ടെൻഡർ ഇറക്കിയപ്പോൾ ആരും ടെൻഡർ ചെയ്യാൻ തയ്യാറാകാത്ത സ്ഥിതിയിൽ അദ്ദേഹം വലിയ ആവശ്യപ്പെട്ടിട്ട് എൻ്റെ വ്യക്തിബന്ധം ഉപയോഗിക്കണം പറഞ്ഞാണ് നമ്മൾ അവസാനത്തിൽ ഒരു വായ്പ ടെൻഡർ നൽകിയിട്ട് വീണ്ടും തുറമുഖം മുന്നോട്ട് പാസ്സായി. പക്ഷെ ഇതൊന്നുമല്ല നമ്മൾ ഒന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. എനിക്ക് ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനം ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അത് കൊച്ചി മെട്രോ അല്ല, കണ്ണൂർ എയർപോർട്ട് അല്ല, വീണ്ടും തുറക്കുകൂടിയല്ല, ഞാൻ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കാൻ പോണത് അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്കം പ്രോഗ്രാമുകൾ. കാരണം ഞാൻ അദ്ദേഹത്തിനൊപ്പം ഒരു ജില്ലയിൽ നിന്നും ദിവസം തിരുവനന്തപുരത്തിൽ അദ്ദേഹം ചെയ്യുന്നു. പക്ഷെ അദ്ദേഹം 14 ജില്ലയിൽ പോയി നിന്ന് ജനങ്ങളെ കണ്ടത് മാത്രമല്ല, ഭക്ഷണത്തിന് വേണ്ടി മാറി നിൽക്കാതെ മൂത്രമൊഴിക്കാൻ കൂടി ഞാൻ പോകുന്നത് കണ്ടിട്ട് എനിക്ക് അവിടെ വേണ്ടി വേണ്ടി വന്നു. പക്ഷെ അദ്ദേഹം അങ്ങനെ നിന്നിട്ട് എല്ലാ ജനങ്ങളും അദ്ദേഹത്തെ പ്രധാനപ്പെട്ട ചിന്ത കാണിക്കുന്ന ഒരു അവസരമായി. ഈ 14 ജനസമ്പർക്ക പ്രോഗ്രാം കഴിഞ്ഞ ശേഷം ഞാൻ ആദ്യം ഒരു മീറ്റിംഗ് കണ്ടപ്പോൾ ചോദിച്ചു, ലക്ഷക്കണക്കിന്റെ ആൾക്കാരുടെ നിവേദനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടാവുക, ആൾക്കാരോട് കണ്ട് സംസാരിച്ചു, നിങ്ങളുടെ മനസ്സിലൊരു പ്രത്യേകിച്ച് ഒരു പിക്ചർ ഉണ്ടോ, എന്താണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ജനങ്ങൾ മനസ്സിൽ ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ ഒരു സെക്കൻഡ് കൂടി ചിന്തിക്കാൻ ആവശ്യമുണ്ടായിരുന്നതിന് ഉടനെയോട് പറഞ്ഞു, ഒരു സംശയവുമില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ. ആദ്യം മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം കാരുണ്യ പദ്ധതിയും ജനങ്ങൾ സൗജന്യ ട്രീറ്റ്മെന്റ്സും ജനങ്ങൾക്ക് ചുരുങ്ങിയ വിലയുള്ള വിലപ്പെട്ട മരുന്നുകൾ കൊടുക്കുന്നത് ഇതെല്ലാം വളർത്തിയത്. അദ്ദേഹം ജനങ്ങളെ കണ്ട് സംസാരിച്ചിട്ട് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയെടുത്തൊരു തീരുമാനം. സ്വാമിജി, ഞാനിവിടെ വേദിയിൽ സംസാരിക്കുന്ന സ്വാമി പറയാൻ വിവേകാനന്ദൻ എപ്പോഴും പറയും, ഒരു നേതാവ് വെറും ഒരു ആകം കാണിച്ചുകൊണ്ട വ്യക്തിയല്ല, ജനങ്ങളെ കേൾക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളത്. അത് സത്യമാണ്. കാരണം ഉമ്മൻചാണ്ടി ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഈ നാടിന്റെ നേതൃത്വം നടന്നത്. അത് നമുക്ക് ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല. ഞാൻ അഭിമാനത്തോടെ ഐക്യരാഷ്ട്രസഭയുടെ UN പബ്ലിക് സർവീസ് അവാർഡ് അദ്ദേഹത്തെ 2013 കൊടുക്കുന്ന വാർത്ത എത്തിച്ചപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അഭിമാനം തോന്നിയത് ലോകം അംഗീകരിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. വേറെ ആരും ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് മുഖ്യമന്ത്രി ശ്രീമച്ചാണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് അദ്ദേഹം എനിക്ക് മുൻപിൽ കൂടുതൽ സംസാരിക്കാൻ പോകുന്നില്ല. പക്ഷേ ഗുരുദേവ് ടാഗോറിന്റെ ഒരു പ്രസിദ്ധപ്പെട്ട ഒരു വരിയുടെ മനസ്സോർക്കുമെന്ന് അദ്ദേഹം നമ്മൾ വിട്ടുപോയത്, Death is not the extinguishing of the lights. It is merely putting out the lamp because the dawn has come. അത് ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം നമ്മളെ വിട്ടുപോയി അന്തരിച്ചു പോയത് അദ്ദേഹത്തിൻ്റെ പ്രകാശം ഒരിക്കലും പോയിട്ടില്ല. നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ഈ ലോകത്തിലും എപ്പോഴും കാണാൻ സാധിക്കുന്ന ഒരു പ്രകാശം. ആ പ്രകാശം നമ്മുടെ എല്ലാ വിധത്തിലും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട്
അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഓരോരോ പ്രവർത്തനം ചെയ്ത അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി അദ്ദേഹത്തിൻ്റെ മകനും മകളുമായി ഇവിടെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് സന്തോഷമുണ്ട്. അവർ ഓരോരോ പദം മുന്നോട്ട് നടക്കുമ്പോൾ ഞാനും അവർക്ക് ഉണ്ടാവുന്ന കൂടി പറഞ്ഞിട്ട് ഇത് വാക്കിച്ചു എല്ലാ ശ്രദ്ധാഞ്ജലിയോടെ